CPIM സംസ്ഥാന സമിതിക്ക് ഇനി പുതിയ ആസ്ഥാന മന്ദിരം. തിരുവനന്തപുരം പാളയത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ AKG സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. AKGയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ള AKG സെന്ററിൽ പതാക ഉയർത്തി. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളെയും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരെയും സാക്ഷി നിർത്തി മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ള സംസ്ഥാന സമിതിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ പതാക ഉയർത്തി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളെ സർക്കാരിനെതിരായി തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും എന്നാൽ അത് നടന്നില്ലെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന വിശ്വാസത്തിലായിരുന്നില്ലേ അവര്? പക്ഷെ ജനങ്ങള് തെറ്റിദ്ധരിച്ചോ? 2016 നമ്മുടെ നാട്ടില് 600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടിയിരുന്ന ആളുകള് 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. പിന്നെയാണ് അവിടുന്ന് വർധനവ് തുടങ്ങിയത്, 1600 നിന്നത്. ആ ജനങ്ങളോട് മറ്റേ ചെമ്പില് ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വേഗം യേശുവോ? മൂന്നാമതും ഇടത് സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പുതിയ AKG സെന്റർ മാറുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ, നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു മൂന്നാം ടേം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ AKG സെന്ററിനെ നമുക്ക് മാറ്റാനാവണം. ജാഗ്രതയോടെ മുന്നേറിയാൽ മൂന്നാമതും കേരളത്തിൽ ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും അഭിപ്രായപ്പെട്ടു. വേണ്ടത്ര ജാഗ്രതയും കരുതലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും ഉണ്ടായാൽ യാതൊരു സംശയവുമില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നുകൊണ്ട് കേരളത്തിൽ തുടർഭരണം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നിലവിലുള്ള സംസ്ഥാന സമിതി ഓഫീസിന് എതിർവശത്തുള്ള NS വാര്യർ റോഡിലാണ് പുതിയ ആസ്ഥാന മന്ദിരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.